കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനു വേണ്ടി ഭൂമി വിട്ടു നൽകേണ്ടവരെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ഫെബ്രുവരി 5, 6 തീയതികളിൽ കീഴല്ലൂർ പഞ്ചായത്ത് ഓഫീസിലാണ് കൂടിക്കാഴ്ച. കേന്ദ്രം സാമ്പത്തികമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള റൺവേ വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കണമെന്ന കഥയ്ക്ക് തന്നെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒടുവിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയാകുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് സർക്കാർ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള കരട് പദ്ധതി അന്തിമമാക്കുന്നത് സംബന്ധിച്ച് ഹിയറിംഗ് ഫെബ്രുവരി 5, 6 തീയതികളിൽ കീഴല്ലൂർ പഞ്ചായത്ത് ഹാളിൽ നടക്കും. കീഴല്ലൂർ ദേശത്തെ 38 പേരെയും കാനാട് ദേശത്തെ 42 പേരെയും ഫെബ്രുവരി 5-നും കാനാട് ദേശത്തെ 79 പേരെയും ആരാധനാലയങ്ങൾ, കരകൗശല വിദഗ്ധർ, ചെറുകിട വ്യാപാരികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നിവരെ ഫെബ്രുവരി 6-നുമാണ് ഹിയറിംഗിന് വിളിച്ചിട്ടുള്ളത്. അർഹത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതമാണ് ഇവർ ഹാജരാകേണ്ടത്. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉപജീവനത്തെ ബാധിക്കുന്ന അർഹരായ കെട്ടിട ഉടമകൾക്കും വാടകക്കാർക്കും തൊഴിലാളികൾക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനും നഷ്ടപരിഹാരവും നൽകും. റൺവേ വികസിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ ത്വരിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് കെ ശൈലജ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിരുന്നത്. ഭൂമി ഏറ്റെടുക്കുന്ന നടപടി സർക്കാർ ത്വരിതപ്പെടുത്തിയെന്നും ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും കെ ശൈലജ MLA ഗ്രാമികയോട് പറഞ്ഞു. മുഖ്യമന്ത്രി അതിനായിട്ടുള്ള മറുപടിയായി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ത്വരിതപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി ഭൂമി ഏറ്റെടുക്കൽ വേഗതയിലാക്കുന്നതിനുള്ള നിർദ്ദേശം ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ ഭൂവുടമകളെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ചർച്ച ചെയ്യുന്നതിനും അനന്തര നടപടികൾ സ്വീകരിക്കുന്നതിനും ഗവൺമെൻറ് തയ്യാറായിരിക്കുകയാണ്. ഭൂവുടമകളുടെ കൂട്ടത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ആളുകളെ വിളിക്കുന്നത്. കാനാട്, കീഴല്ലൂർ മേഖലയിലുള്ള ഭൂവുടമകളെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി 45, 75 ഒക്കെ ഭൂ ഉടമകളെ വേറെ തന്നെ വിളിക്കുകയും ആ പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാർ, കൈത്തൊഴിലുകാർ അങ്ങനെയുള്ളവരെയെല്ലാം പ്രത്യേകമായിട്ടും വിളിക്കുന്നതിനാണ് തീരുമാനിച്ചത്. അതിൻ്റെ തീയതികളെല്ലാം ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ ഭൂവുടമകളെ അറിയിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഹിയറിങ്ങിന് ഹാജരായി ഏറ്റെടുക്കൽ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വളരെ സന്തോഷമുണ്ട്. കുറച്ച് നാളുകളായിട്ട് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് അറുതി വരുന്നു എന്നതിൽ. കാനാട്, കീഴല്ലൂർ മേഖലയിൽ 245 ഏക്കർ ഭൂമിയാണ് റൺവേ വികസനത്തിനായി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിലുള്ള റൺവേ 3050 മീറ്ററിൽ നിന്നും 4000 മീറ്ററാക്കി ദീർഘിപ്പിക്കുന്നതിന് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നതിന് 2020 സെപ്റ്റംബർ 17-ന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.